ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്. അപ്പം ഏതൊക്കെ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഉള്ളത്? ഫസ്റ്റ് വൺ ഈസ് പിക്ടോഗ്രാഫ്. പിക്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പിക്ടോറിയൽ റിപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് സിമ്പിൾസ്. നമ്മൾ സിമ്പിൾസ് വെച്ചിട്ട് അഥവാ പിക്ചർ വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയുക. നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കാര്യം അല്ലെ പിക്ടോഗ്രാഫ് എന്താണ്. ഇത് കണ്ടാലേ നമുക്ക് അതിന്റെ നെയിമെന്ന് ഉണ്ട് പിക്ടോഗ്രാഫ്. ദാറ്റ് മീൻസ് പിക്ചർ വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഒരു കാറിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. അതെന്താണ്? അത് ഈക്വൽ ടു 100 കാർ. ആ ഒരു സിമ്പിൾ റിപ്രസെന്റ് ചെയ്യുന്നത് 100 കാർ ആണ്. ഓക്കെ, വൺ സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ 100 കാർ. സോ ഇവിടെ നമുക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇങ്ങനെ 3 months തന്നിട്ടുണ്ട്. സോ ഓരോ മന്തിലും എത്ര കാറുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ജൂലൈയിൽ എത്ര കാർ ഉണ്ട്? 1 കാർ, 2 കാർ, പിന്നെ ഒരു കാറിന്റെ ഹാഫും ഉണ്ട്. അപ്പൊ ഒരു കാർ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താ? 1 സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ 100 കാർ. ഓക്കെ, അപ്പം ഇത് 100 ആണ്, ഇതും എന്ത് വരും? 100 വരും. പിന്നെ ഒരു കാറിന്റെ ഹാഫ്, ഒരു കാറ് 100 ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ത് വരും? 50 അല്ലെ. 100ന്റെ ഹാഫ് 50. അപ്പം ഇത് 50 വരും. അപ്പം ടോട്ടൽ ജൂലൈയിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 100 + 100 + 50 വിച്ച് ഈസ് ഈക്വൽ ടു 250. അപ്പൊ ജൂലൈയിൽ 250 കാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഓഗസ്റ്റ്? ഓഗസ്റ്റിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 1 കാർ, 2 കാർ, 3 കാർ. ടോട്ടൽ ഇവിടെ 3 കാർ ഉണ്ട്. ബട്ട് അവർ സിമ്പിൾ, നമ്മളെ സിമ്പിൾ സ്റ്റാൻഡ് ചെയ്യുന്നത് 100 കാർ. ഒരു സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ 100 കാർ. അപ്പം ഇതെന്ത് വരും? 100. ദിസ് ഈസ് ഓൾസോ 100 ആൻഡ് ദിസ് ഈസ് ഓൾസോ 100. സോ ടോട്ടൽ എന്തുണ്ട്? 300 കാർ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സെപ്റ്റംബർ? സെപ്റ്റംബറിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 1, 2, 3, 4. That means 100 + 100 + 100 + 100. 4 കാർ ഉണ്ടായത് കൊണ്ട് 400. ഓക്കെ, ഇതാണ് പിക്ടോഗ്രാഫ്. പിക്ചറിൽ റിപ്രസെന്റ് ചെയ്യുന്നതാണ് പിക്ടോഗ്രാഫ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇപ്പൊ നമുക്ക് ജൂലൈയിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 250. ഓഗസ്റ്റിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ 300. സെപ്റ്റംബറിൽ എത്ര കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ 400. ഈ നമുക്ക് കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് മന്തിലാണ് ചോദിച്ചാൽ നമുക്ക് എന്ത്, ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സെപ്റ്റംബറിലാണ് കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജൂലൈയിൽ. അപ്പൊ ഇങ്ങനത്തെ ഗ്രാഫ് തന്നിട്ട്, പിക്ടോഗ്രാഫ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്ന് എന്ത്, അതിന്റെ ആൻസർ കിട്ടും. അതാണ് പിക്ടോഗ്രാഫ്, പിക്ചറിൽ റിപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഗ്രാഫ്. ഓക്കെ, ദെൻ മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാർ ഗ്രാഫ് ആണ്. എന്താണ് ബാർ ഗ്രാഫ്? എ ഡിസ്പ്ലേ ഓഫ് ഇൻഫോർമേഷൻ യൂസിംഗ് ബാർസ് ഓഫ് യൂണിഫോം വിഡ്ത്ത്, their heights being proportion to the respective values. അപ്പം ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാല് ബാറുകൾ വെച്ചിട്ട്, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു വൈ ആക്സിസ് ഉണ്ടായിരിക്കും. അപ്പൊ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബാറുകളായിരിക്കും ഉണ്ടായിരിക്കുക. ബാർ ഗ്രാഫ് ആയതുകൊണ്ട് ബാറുകൾ വെച്ചിട്ടാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം. ദാറ്റ് മീൻസ് എല്ലാ ബാറിന്റെ വിഡ്ത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് യൂണിഫോം വിഡ്ത്ത്. ഈ ബാറിന്റെ വിഡ്ത്തും ഈ ബാറിന്റെ വിഡ്ത്ത്, ഈ ബാറിന്റെ വിഡ്ത്ത്, അങ്ങനെ എല്ലാ ബാറുകളുടെയും വിഡ്ത്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത് യൂസിങ് ബാർസ് ഓഫ് യൂണിഫോം വിഡ്ത്ത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? their heights being proportion to the respective values. അപ്പൊ അതിന്റെ ഹൈറ്റോ, നമുക്കിപ്പം ഇവിടെ ഒരു കുറച്ച് വാല്യൂസ് തരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ്, ആ ഒരു വാല്യൂസ് ആയിരിക്കും നമ്മളെ ഹൈറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 10, 20, 30, 40 ഇങ്ങനെ തന്നു. അപ്പം ഇത് ഇവിടെ 40 ആണ് ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഹൈറ്റ്സ് ബീയിങ് പ്രൊപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് വാല്യൂ. ആ ഒരു റെസ്പെക്റ്റീവ് വാല്യൂ ആയിരിക്കും നമ്മളെ ഹൈറ്റ്. പിന്നെന്താ? അതിന്റെ ഗ്യാപ്പ്, 2 ബാറുകൾ തമ്മിലുള്ള ഗ്യാപ്പും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. ഓക്കെ, ബാർ ഗ്രാഫ് ആയതുകൊണ്ട് ബാറുകളായിരിക്കും ഇതിനുണ്ടായിരിക്കുക. അപ്പം നമുക്ക് യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം. എല്ലാ ബാറിന്റെ വിഡ്ത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പിന്നെ
രണ്ട് ബാറുകൾ തമ്മിലുള്ള ഗ്യാപ്പും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ഗ്യാപ്പും ആയിരിക്കണം. ഓക്കെ, പിന്നെ ഹൈറ്റ്സ് എന്താണ്? ഹൈറ്റ്സ് ബീങ് പ്രൊപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് വാല്യൂ. ഹൈറ്റ് അതിന്റെ വാല്യൂസിനനുസരിച്ചായിരിക്കും ഈ ഗ്രാഫുകളുടെ ഹൈറ്റ്. അപ്പൊ അതാണ് ബാർ ഗ്രാഫ്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബാർ ഗ്രാഫ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അക്കാഡമിക് ഇയേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? അക്കാഡമിക് ഇയേഴ്സ്. അപ്പൊ നമ്മളെ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. അപ്പം നമ്മളെ എക്സ് ആക്സിസിൽ അക്കാഡമിക് ഇയേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളെ വൈ ആക്സിസിൽ എന്താ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8. അപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമ്പർ ആണ് എന്തിൽ തന്നത്? വൈ ആക്സിസിൽ. എക്സ് ആക്സിസിൽ എന്താ തന്നത്? അക്കാഡമിക് ഇയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 2003 to 2004 എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ? അപ്പൊ നമ്മൾ അതിന്റെ ഹൈറ്റ്സ് നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത് 100ലാണ്. അപ്പൊ നമുക്ക് പറയാം 2003 to 2004 100 സ്റ്റുഡൻസ് ആണ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി 2004 to 2005 ആണെങ്കിൽ എത്ര സ്റ്റുഡൻസാ? നമ്മൾ ഇതിന്റെ ഹൈറ്റ് നോക്കാം. ഇതിന്റെ ഹൈറ്റ് 200 മേലാണ് അല്ലെ? സോ നമുക്ക് ഇവിടെ 200 എഴുതാം. ഓക്കെ, സോ 200 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. 2004 to 2005 എന്ന് പറഞ്ഞ ഇയറിൽ 200 സ്റ്റുഡൻസ് ആണ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് 2005 to 2006? നമ്മൾ നോക്കുക, ഇതിന്റെ നേരെ ഈ ഒരു ഹൈറ്റിന്റെ നേരെ ഉള്ളത് 250. സോ 250 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. 2005 to 2006 ക്ലാസ് 8th പഠിക്കുന്നത് 250 സ്റ്റുഡൻസ്. ദെൻ വാട്ട് അബൌട്ട് 2006 to 2007? ഇവിടെ നമുക്ക് 300 സ്റ്റുഡൻസ് ആണ് അല്ലെ? നമ്മളെ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ബാറ് ഈ വൈ ആക്സിസുമായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് 300 അവിടെയാണ് നമ്മൾ ഈ ഹൈറ്റ് വരുന്നത്. സോ 300 സ്റ്റുഡൻസ് ആണ് എവിടെ പഠിക്കുന്നത്? ക്ലാസ് 8th. ഏത് ഇയറിൽ? 2006 to 2007 പഠിക്കുന്നത്. ദെൻ വാട്ട് അബൌട്ട് 2007 to 8? അപ്പൊ നമ്മൾ നോക്കുക, വൈ ആക്സിസ് ഇവിടെ 350 ആണ് അല്ലെ? 350ന്റെ നേരെയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. സോ 2007 to 2008 350 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ എക്സ് ആക്സിസിൽ നമ്മളെ അക്കാഡമിക് ഇയേഴ്സ് തന്നു, വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8. അപ്പൊ ഓരോ ഇയറിലും എത്ര സ്റ്റുഡൻസ് ആണ് 8ാം ക്ലാസ്സിൽ പഠിച്ചത് എന്ന് നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കും. ഓരോ ബാറുകളും ഓരോ ഇയറിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഏത് ഇയറിലാണ് 8th സ്റ്റാൻഡേർഡിൽ കൂടുതൽ കുട്ടികൾ പഠിച്ചാൽ നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും അല്ലെ? ഏത് ഇയറിലാ? 2007 to 2008. കാരണം അന്ന് ആ ഒരു ഇയറിൽ 350 സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഏത് ഇയറിലാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2007 to 2008. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫിൽ നിന്ന് എന്ത് ഇൻഫോർമേഷൻ ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8 ഓൺ ഡിഫറെന്റ് അക്കാഡമിക് ഇയർ. ഡിഫറെന്റ് അക്കാഡമിക് ഇയറിൽ 8ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ നമ്പർ ആണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിച്ചാലോ, ഏത് ഇയറിന് ഏത് ഇയറിലോട്ട് പോയപ്പോഴാണ് കൂടുതൽ കുട്ടികൾ ഇൻക്രീസ് ചെയ്തത്? അപ്പൊ നമ്മൾ നോക്കാം. ഈ 2003 to 2004 2004 to 5 എത്തിയപ്പം എത്ര കുട്ടികൾ കൂടി? 100 സ്റ്റുഡൻസ് കൂടി അല്ലെ? 100ഉം കൂടെ കൂടിയിട്ടാണ് 200 ആയത്. പിന്നെ നമുക്ക് ഈ ഒരു ഇയറിന് ഇതിലോട്ട് പോയപ്പോൾ 50 സ്റ്റുഡൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, ദെൻ 250 to 300 ആയപ്പോഴും 50 സ്റ്റുഡൻസ്. ദെൻ 300 to 350 ആയപ്പോഴും 50 സ്റ്റുഡൻസ്. സോ നമുക്ക് 3 to 4 4 to 5 പോയപ്പോഴാണ് കൂടുതൽ കുട്ടികൾ ഇവിടെ എത്തിയത്? 8ാം ക്ലാസ്സിലോട്ട് എത്തിയത്. ബാക്കിയൊക്കെ 50 ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് 100 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ഇയറിലാണ് കൂടുതൽ കുട്ടികൾ ഇൻക്രീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാ? 2004 to 2005. ഏത് ഇയറിലാണ് കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ 2007 to 2008. പിന്നെ എന്ത് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാ? എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കാം. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8 ഇൻ ദ അക്കാഡമിക് ഇയേഴ്സ് ഏതൊക്കെ? 2003 മുതൽ 2008 വരെ ഉള്ള അക്കാഡമിക് ഇയറിൽ
എത്ര കുട്ടികളാണ് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചത്, ആ ഒരു ഇൻഫോർമേഷൻ ആണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ബാർ ഗ്രാഫിൽ പറഞ്ഞു, ബാറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുക അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരുന്നത്, പിന്നെ ഹൈറ്റ് റിപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിലുള്ള വാല്യൂസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്യാപ്പുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ എല്ലാ ബാറിന്റെയും ഗ്യാപ്പ് എന്താണ്, ഈക്വൽ ആണ് അല്ലെ. അതുപോലെ നമ്മൾ ബാറുകളുടെ വിഡ്ത്ത് എന്തായിരിക്കണം, യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം. ദാറ്റ് മീൻസ് എല്ലാ ബാറുകളെ വിഡ്ത്തും സെയിം ആയിരിക്കണം. സോ എല്ലാ ബാറുകളെ വിഡ്ത്തും എന്താണ്, സെയിം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബാർ ഗ്രാഫ് എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. എക്സ് ആക്സിസിൽ ഇയർ തന്നാൽ വൈ ആക്സിസിൽ നമ്പർ ആയിരിക്കും തരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാറുകൾ വെച്ചിട്ട് വരയ്ക്കും. യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം, ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കണം. ഇങ്ങനെയാണ് ബാർ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മൾ പിക്ടോഗ്രാഫ് പറഞ്ഞു, ബാർ ഗ്രാഫ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ബാർ ഗ്രാഫ് എന്താ നോക്കാം. ഓക്കെ, എന്താണ് ഡബിൾ ബാർ ഗ്രാഫ്? എ ബാർ ഗ്രാഫ് ഷോയിങ് 2 sets of data simultaneously. എന്താണ്, 2 sets of data ഉണ്ടായിരിക്കും. ഓക്കെ, 2 sets of data. A bar graph showing 2 sets of data simultaneously. It is useful for the comparison of the data. Data compare ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒന്നും കൂടെ പറയാം, ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ നമുക്ക് തന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ബാർ ഗ്രാഫ്. ഓക്കെ, ഇതെന്തിനാ യൂസ്ഫുൾ? കമ്പാരിസൺ ഓഫ് ഡാറ്റ. 2 കാര്യങ്ങൾ തന്നാൽ ആ 2 കാര്യങ്ങളും കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡബിൾ ബാർ ഗ്രാഫ്. ഓക്കെ, ഡബിൾ ബാർ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക നമ്മൾ? ഇപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ നമുക്ക് സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ദെൻ വൈ ആക്സിസിൽ നമുക്ക് എന്താ തന്നത്, മാർക്സ്. ഓരോ കുട്ടികളുടെയും മാർക്സ് ആണ് നമുക്ക് വൈ ആക്സിസിൽ തന്നത്. അപ്പം സബ്ജക്ട്സ് ഏതൊക്കെയാ തന്നത്, മാത്സ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് മാത്സ്, ദിസ് ഈസ് സോഷ്യൽ സയൻസ്, ദിസ് ഈസ് സയൻസ്. ഇതെന്താ, ഇംഗ്ലീഷ്. ഇതെന്താ, ഹിന്ദി. അങ്ങനെ ഡിഫറെന്റ് 5 സബ്ജക്ട്സ് ആണ് നമുക്ക് ഇവിടെ തന്നത്. 5 സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മാർക്സ് തന്നിട്ടുണ്ട്. മാർക്സ് എന്താ, 10, 20, 30, 40, 50, 60, 70, 80 ഇങ്ങനെ മാർക്സും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡബിൾ ബാർ ഗ്രാഫ് ആയതുകൊണ്ട് എന്തുണ്ട്, 2 ബാർ, ഡബിൾ ബാറുകൾ ഉണ്ട്. ഓക്കെ, മാത്സിന് എന്താ 2 ബാറ്. അപ്പൊ നമ്മൾ നോക്കുക, ഒന്ന് ഷെയ്ഡ് ചെയ്യാത്തതും ഒന്ന് ഷെയ്ഡ് ചെയ്തതുമാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് എന്താ റിപ്രസെന്റ് ചെയ്യുന്നത്, 2005 to 6, 2005 മുതൽ 2006 വരെയുള്ളതിനെയാണ് ഷെയ്ഡ് ചെയ്യാത്ത ഗ്രാഫ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഷെയ്ഡ് ചെയ്തതാണെങ്കിൽ 2006 to 2007 ആണ് ഷെയ്ഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, മാത്സ് സബ്ജക്റ്റില് 2005 to 2006 ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഏതാ, 30 മാർക്കാണ് കിട്ടിയത്. ഇനി 2006 to 7 അതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത് നോക്കുക. 2006 to 2007 ആ കുട്ടിക്ക് കിട്ടിയത് 60 മാർക്കാണ്. ഓക്കെ, 60ന്റെ നേരെയല്ലേ നമ്മളെ ഈ ബാറിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് സോഷ്യൽ സയൻസ്? സോഷ്യൽ സയൻസിൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്കാണ് ഏത് ഇയറില്, 5 to 6. ഇതാണെങ്കിൽ 6 to 7. അതുപോലെ സയൻസിന് കുട്ടിക്ക് കിട്ടിയ മാർക്കും 2 ഇയറിലും തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെയും 2 ഇയർ തന്നിട്ടുണ്ട്, ഹിന്ദിന്റെയും 2 ഇയർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, ഈ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ ഉള്ളത്, എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്, ഡിഫറെന്റ് സബ്ജക്ട്. വൈ ആക്സിസിൽ എന്താ ഉള്ളത്, ആ കുട്ടി വാങ്ങിയ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ സ്റ്റുഡന്റ്. ആ കുട്ടി വാങ്ങിയ മാർക്കുകളാണ് വൈ ആക്സിസിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഡബിൾ പാരാഗ്രാഫ് ആയതുകൊണ്ട് ഇവിടെയും കൂടെ ഉണ്ട് ഇൻഫോർമേഷൻ. എന്താ, 2 ഇയർ ഉണ്ട്, 2005 to 6ഉം 6 to 7ഉം ആ ഒരു ഇയറിലുള്ള. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ഇൻഫോർമേഷനാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ സ്റ്റുഡന്റ് ഓൺ ഡിഫറെന്റ് സബ്ജക്ട്സ് ഡ്യൂറിംഗ് ദ അക്കാഡമിക് ഇയേഴ്സ് 2005 to 6 and 6 to 7.
2 ഇയറിൽ ആ കുട്ടി ഡിഫറെന്റ് സബ്ജക്റ്റില് വാങ്ങിയ മാർക്കുകളാണ് ഈ ഒരു ഗ്രാഫിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഓക്കെ, ഇനി നമ്മളോട് ഇങ്ങനെ ചോദിച്ചാലോ, ഏത് സബ്ജക്റ്റിലാണ് 2 ഇയറിലും സെയിം മാർക്ക്? അങ്ങനെ ചോദിച്ചാൽ എന്താ? 2 ഇയറിലും സെയിം മാർക്ക് വരുന്നത് ഹിന്ദിക്കാണ് അല്ലെ. 2005 to 6 6 to 7 2 ഇയറിലും ഹിന്ദിക്ക് ആ കുട്ടിക്ക് എന്താണ്? സെയിം മാർക്കാണ്, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പം ഹിന്ദിക്കാണ് സെയിം മാർക്ക്. ഇനി നമ്മളോട് ഏത് സബ്ജക്റ്റിലാണ് ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കൂടിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാത്സില്. കാരണം മാത്സിൽ 30 ഉള്ളത് 60 ആയി, അത്രക്കും കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഷെയ്ഡ് ചെയ്യാത്തതും ഷെയ്ഡ് ചെയ്തതും നോക്കാം. അപ്പൊ നല്ല ഡിഫറൻസ് ഉള്ളത് മാത്സിലല്ലേ, ബാക്കിയൊന്നും അത്ര ഡിഫറൻസ് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് പറയാം മാത്സിലാണ് ആ കുട്ടിക്ക് നല്ല ഡിഫറൻസ് മാർക്കില് ഉള്ളത്. ഓക്കെ, 2005 to 6 എത്രയോ ബെറ്റർ ആയിട്ട് ആ കുട്ടി 2006 to 7 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിച്ചാലോ, ഏത് സബ്ജക്റ്റിലാണ് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയത്? അപ്പൊ നമ്മൾ എന്ത് പറയും? നമുക്കറിയാം ഇംഗ്ലീഷിലെ 5 to 6 കൂടുതലായിരുന്നു, ബട്ട് 6 to 7 ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ സെയിം മാർക്ക് ഉള്ളത് ഹിന്ദിക്ക്, നല്ല ഡിഫറൻസ് തോന്നിയത് മാത്സിനാണ്. പിന്നെ ഇംഗ്ലീഷിന് എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. ബാക്കിയുള്ളതിനൊക്കെ ആ കുട്ടിക്ക് എന്താണ്? 5 to 6 6 to 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ബട്ട് ഇംഗ്ലീഷിൽ എന്ത് ചെയ്ത്? മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്രാഫുകൾ കണ്ടാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ആ കുട്ടിയുടെ 2 ഇയറിന്റെ ഡിഫറെന്റ് സബ്ജക്റ്റിലുള്ള മാർക്സുകൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സോ ഇതാണ് ഡബിൾ ബാർ ഗ്രാഫ്. ഇവിടെ എന്താണ്? 2 sets ഓഫ് ഡാറ്റ ഉണ്ട് അല്ലെ. എന്താണ്? 5 to 6 ഉണ്ട്, 6 to 7 ഉണ്ട്. പിന്നെ എന്ത് പറയാൻ പറ്റും? നമ്മൾ എന്താ പറഞ്ഞേ? 2 sets ഓഫ് ഡാറ്റയും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ കമ്പാരിസൺ ഓഫ് ദ ഡാറ്റ. അപ്പൊ നമുക്ക് ഇതിന് 2005 to 6 6 to 7 ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്രാഫ് കണ്ടാൽ. അതാണ് ഡബിൾ ബാർ ഗ്രാഫ്. ഓക്കെ, ഡ്രോ ആൻ അപ്രോപ്രിയേറ്റ് ഗ്രാഫ് ടു റിപ്രസെന്റ് ദ ഗിവൺ ഇൻഫോർമേഷൻ. അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി 3 ഗ്രാഫുകൾ പഠിച്ചു അല്ലെ, പിക്ടോഗ്രാഫ്, ബാർ ഗ്രാഫ്, ഡബിൾ ബാർ ഗ്രാഫ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമുക്ക് തന്ന ഡാറ്റ എന്താ? മന്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെ നമുക്ക് 6 months തന്നിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് വാച്ചസ് സോൾഡ്, വാച്ചസ് സോൾഡ് ചെയ്യുന്ന നമ്പർ, ഓക്കെ, അതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് അപ്രോപ്രിയേറ്റ് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരയ്ക്കാം? ബാർ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ബാർ ഗ്രാഫ് വരയ്ക്കും? നമുക്ക് തന്നെ ഡാറ്റ നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, ബാർ ഗ്രാഫ് ആണെങ്കിൽ എക്സ് ആക്സിസും ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് എക്സ് ആക്സിസ് വരയ്ക്കുക. ദെൻ എന്തുണ്ടാവും? വൈ ആക്സിസും ഉണ്ടായിരിക്കും. സോ എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൽ എന്താ നമ്മൾ കൊടുക്കുക? മന്ത്. ഓക്കെ, സോ മന്ത് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കുക. ദെൻ വാട്ട് അബൌട്ട് വൈ ആക്സിസ്? വൈ ആക്സിസിലാണ് നമ്മൾ എപ്പോഴും നമ്പേഴ്സ് കൊടുക്കുക. അപ്പൊ നമ്പർ ഓഫ് വാച്ചസ് സോൾഡ് വൈ ആക്സിസിൽ കൊടുക്കും. നമ്പർ ഓഫ് വാച്ചസ് സോൾഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മന്തുകൾ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ബാർഗ്രാഫിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു? ഈക്വൽ ഗ്യാപ്പ് വേണം, യൂണിഫോം വിഡ്ത്തുമായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് നോക്കാം. അപ്പൊ 1000 ആണ് അല്ലെ ഇവിടുത്തെ ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1000 ആയതുകൊണ്ട് ഇവിടെ 0 ആണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ 0, 10, 20, 30 അങ്ങനെ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാഫ് വലുതായിരിക്കും. അപ്പൊ നമുക്ക് 500 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 500, then 1000, 1500, then 2000, 2500 ഇങ്ങനെ പോവും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ സ്കെയിൽ എഴുതണം. ഇവിടെ നമുക്ക് 1 centimeter,
ഈസ് ഈക്വൽ ടു എന്താ 500 വാച്ചസ് ആണ് അല്ലെ. സോ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 500 വാച്ചസ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി നമ്മള് എക്സ് ആക്സിസിൽ മന്തുകൾ കൊടുക്കണം. മന്തുകൾ ഏതൊക്കെ? ജൂലൈ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈയിൽ 1000 വാച്ചസ് ആണ് സോൾഡ് ചെയ്യുന്നത്. സോ നമ്മള് 1000ന്റെ നേരെ ഒരു ബാർ വരയ്ക്കും. ഇതേതാ? ജൂലൈ. അപ്പൊ ഇതിന് നമ്മൾ ജൂലൈ എന്ന് നെയിം കൊടുക്കുക. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഓഗസ്റ്റ്? ഓഗസ്റ്റ് ആണെങ്കിൽ 1500 ആണ്. സോ ഈ സെയിം വിഡ്ത്ത് ആയിരിക്കണം നമ്മൾ അടുത്ത ബാറിനും വരയ്ക്കുക. ഓക്കെ, പിന്നെ ഗ്യാപ്പും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ 1500. അപ്പൊ നമ്മൾ സെയിം ഗ്യാപ്പ് വെച്ചിട്ട് 1500 വരയ്ക്കുക. ഓക്കെ, സോ ഇത് ഏതാ മന്ത്? ഓഗസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ സെപ്റ്റംബർ. സോ സെപ്റ്റംബറിൽ എത്ര വാച്ചസ് ആ സോൾഡ് ചെയ്തത്? 1500 അല്ലെ. സെയിം തന്നെയാണ്, ഓഗസ്റ്റത്തെ സെയിം നമ്പർ തന്നെയാണ്. അപ്പൊ നമ്മള് സെയിം ഈക്വൽ ഗ്യാപ്പും ആയിരിക്കണം, ഈക്വൽ വിഡ്ത്തും ആയിരിക്കണം, സെയിം ഹൈറ്റ് ഉള്ളത് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് ഏത്? സെപ്റ്റംബർ. Then what about next one? Next is October. ഒക്ടോബറിൽ എത്ര വാച്ചസ് ആ സോൾഡ് ചെയ്യുന്നത്? 2000 വാച്ചസ്. സോ നമ്മൾ 2000ന്റെ നേരെ ആയിരിക്കണം നമ്മളെ ബാറിന്റെ ഹൈറ്റ്. അപ്പൊ എല്ലാവരും സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കണം? വിഡ്ത്തും സെയിം ആയിരിക്കണം, നമ്മളെ ഗ്യാപ്പും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം നമ്മൾ ഒക്ടോബറിൽ 2000ന്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് ഒരു ബാർ വരയ്ക്കുക. സോ ദിസ് ഈസ് ഒക്ടോബർ. ഇനി നമുക്ക് മന്ത് ഉണ്ട് അല്ലെ. ഇനി നമുക്ക് നവംബറും ഡിസംബറും വേണം. സോ നവംബറിൽ എത്ര? 2500. സോ 2500 എന്ത് വരും? 2500 ഇവിടെ അല്ലെ. ഏറ്റവും കുറെ വാച്ച് സോൾഡ് ചെയ്യുന്നത് നവംബറിലാണ്. സോ 2500 ഇത് നവംബറിലെ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഡിസംബർ? ഡിസംബറിലും എന്താണ്? 1500 ആണ്. സോ ഈ ഓഗസ്റ്റത്തെയും സെപ്റ്റംബറത്തെയും സെയിം തന്നെയാണ് ഡിസംബറിലും. സോ 1500ന്റെ അവിടെ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ദിസ് ഈസ് ഡിസംബർ. ഓക്കെ, അപ്പൊ നമ്മളെ ബാർ ഗ്രാഫ് ആയില്ലേ. അപ്പൊ എത്ര ബാറുകളുണ്ട്? 6 മന്ത് ആയതുകൊണ്ട് 6 ബാറുകളുണ്ട്. സോ നമ്മളെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ നമ്മള് മന്ത്, ഇതാണ് എക്സ് ആക്സിസ്. സോ ഇവിടെ നമ്മള് മന്തുകൾ എഴുതി. നമ്പർ എപ്പോഴും വൈ ആക്സിസിലായിരിക്കും. സോ നമ്മള് ഡാറ്റ നോക്കുക. ഡാറ്റയില് 500,000 അങ്ങനത്തെ വാല്യൂസ് ഉള്ള നമ്പർ ആയതുകൊണ്ട് നമ്മൾ 500ൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 500, 1000, 1500, 2000, 2500, 3000 അങ്ങനെ പോവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ മന്തിലും എത്ര വാച്ചുകളാണ് സോൾഡ് ചെയ്തത് എന്നുള്ളത് വരച്ചു. അപ്പൊ എല്ലാവരും സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഗ്യാപ്പുകളില്ലേ, ഗ്യാപ്പുകളൊക്കെ ഈക്വൽ ആയിരിക്കണം, ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അതുപോലെ എന്താണ് നമ്മളെ വിഡ്ത്ത്, നമ്മളെ ഗ്രാഫിന്റെ വിഡ്ത്ത് എന്തായിരിക്കണം? ബാറുകളുടെ വിഡ്ത്ത് യൂണിഫോം ആയിരിക്കണം. ദാറ്റ് മീൻസ് എല്ലാ ബാറിന്റെ വിഡ്ത്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ വരയ്ക്കുമ്പോ എല്ലാവരും സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കുക. ഓക്കെ, സോ ഇവിടെ വരച്ചാല് നമുക്ക് ഈ ബാറിന്റെ വിഡ്ത്തൊന്നും അല്ലല്ലേ ഇതിന്, പക്ഷെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുമ്പോ റെഡിയാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം, ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കണം. എക്സ് ആക്സിസിൽ മന്തുകൾ കൊടുത്ത വൈ ആക്സിസിൽ നമ്പേഴ്സ് അല്ലേ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ ബാർ ഗ്രാഫ്? ഓക്കെ.